أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇപ്പോൾ നമ്മൾ റമദാൻ മാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൽ ഒരു ആത്മീയമായ അന്തരീക്ഷം സംജാതമാകുന്നു. വിശ്വാസികളുടെ ജമാഅത്തിൽ, സംഘത്തിൽ ഈ ഒരു അന്തരീക്ഷം ഉണ്ടാകേണ്ടതും അനിവാര്യവുമാണ്. ഈ മാസത്തിൽ നോമ്പുകൾ കൂടാതെ ഇതര ഇബാദത്തുകളിലേക്കും കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നു. അതും വേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഓതാനും കേൾക്കാനും കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നു. ഇനി നോമ്പുകളുടെ യഥാർത്ഥ അനുഗ്രഹം കരസ്ഥമാക്കണം എന്നാണെങ്കിൽ ഇബാദത്തുകളോടൊപ്പം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും കൂടുതൽ ശ്രവിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാൻ മാസത്തിന് വിശുദ്ധ ഖുർആനുമായി പ്രത്യേകമായ ബന്ധവുമുണ്ട്. അഥവാ വിശുദ്ധ ഖുർആന് റമദാനുമായി ഒരു ബന്ധമുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അത് സംബന്ധിച്ച് ഇപ്രകാരം പറയുന്നു: ഷഹ്റു റമദാൻ അല്ലസീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസം വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാകുന്നു. ഈ വിശുദ്ധ ഖുർആൻ സകല മനുഷ്യർക്കും സന്മാർഗമായാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. അത് സ്പഷ്ടമായ തെളിവുകൾ ഉൾക്കൊള്ളുന്നു. അത് സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. അതിൽ ദൈവിക ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ചില ആധികാരികമായ നിവേദനങ്ങളിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: റമദാൻ മാസം 24-ാം തീയതിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യ ദിവ്യ വെളിപാടുണ്ടായത്. അങ്ങനെ എല്ലാ വർഷവും ജിബ്രീൽ അലൈഹി സ്വലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം വന്ന് വിശുദ്ധ ഖുർആൻ ഒരാവർത്തി റമദാൻ മാസത്തിൽ പൂർത്തിയാക്കുമായിരുന്നു. തിരുനബിയുടെ അവസാന വർഷം ഇത് 2 തവണ ചെയ്യുകയുണ്ടായി. ഏതായാലും വിശുദ്ധ ഖുർആന് റമദാനുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. നമ്മളും ഈ മാസത്തിൽ പ്രത്യേകമായും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അതുപോലെ അത് ശ്രവിക്കാനും അതിൻ്റെ തഫ്സീർ പഠിക്കാനും കേൾക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. MTA പല പ്രോഗ്രാമുകളും ഇപ്രകാരം വരുന്നുണ്ട്, ദർസുകളും വരുന്നുണ്ട്. അതിലേക്കും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ തർജ്ജമയും അതുപോലെ തന്നെ അതിൻ്റെ തഫ്സീറും വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കേൾക്കുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ നമുക്ക് അതിൽ വിവരിച്ച കൽപ്പനകളുടെ പ്രാധാന്യം മനസ്സിലാകുകയുള്ളൂ. അങ്ങനെ അവയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തെ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾക്ക് അനുസൃതമാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവാനുഗ്രഹങ്ങളെ സ്വാംശീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ റമദാന്റെ യഥാർത്ഥ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണവും അതേക്കുറിച്ച് വിചിന്തനവും അനിവാര്യമാണ്. അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പള്ളികളിൽ ദർസിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ദർസ് കേൾക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആന്റെ പ്രാധാന്യവും അതിൻ്റെ ഗുണഗണങ്ങളും അതിൻ്റെ പ്രകാശമാനമായ ദൃഷ്ടാന്തങ്ങളെയും കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വളരെ സ്പഷ്ടമായ നിലയിൽ വിവരിച്ചു തന്നിരിക്കുന്നു. കുറച്ച് ഖുത്ബകളായി ഞാൻ ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി ഇസ്ലാമിൻ്റെ വിവിധ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് അക്കാര്യം വിവരിച്ചു വരുന്നുണ്ട്. അത് കൂടെ കേൾക്കുകയും വായിക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയാണ് ശരിയായ നിലയിൽ വിശുദ്ധ ഖുർആന്റെ അറിവും ഗ്രാഹ്യവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് ഇന്നും ഞാൻ ഇവിടെ
ചില ഉദ്ധരണികൾ കേൾപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സ്ഥായിയായതും അതുപോലെ തന്നെ ശാശ്വതവുമായ ന്യായപ്രമാണമാണ്, ശരീഅത്താണ് എന്ന് വിവരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗദ് അലിഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവിൻ്റെ യുക്തികളും അതുപോലെ കൽപ്പനകളും രണ്ട് തരത്തിലുള്ളതാണ്. ചിലത് സ്ഥായിയായതും ശാശ്വതവുമായതാണ്, മറ്റു ചിലത് സാന്ദർഭികവും സമയബന്ധിതവുമായ ആവശ്യങ്ങളെ മുൻനിർത്തിയുമായതാണ്. അങ്ങനെയുള്ളവയ്ക്കും അതിൻ്റെതായ തലത്തിൽ പ്രാധാന്യമുണ്ട്. സമയാനുസൃതം സമയബന്ധിതമാണെങ്കിലും അല്ലെങ്കിൽ ശാശ്വതമാണെങ്കിലും അവ സമയബന്ധിതമായി തീർക്കേണ്ടതും ചെയ്യേണ്ടതുമായിരിക്കും. ഉദാഹരണത്തിന് യാത്രയിൽ നമസ്കാരവും നോമ്പും സംബന്ധിച്ച കൽപ്പനകൾ വേറെയാണ്. അതുപോലെ തന്നെ യാത്ര കൂടാതെയുള്ള സമയങ്ങളിൽ ഉള്ള നമസ്കാരവും നോമ്പും സംബന്ധിച്ച കൽപ്പനകൾ വേറെയാണ്. യാത്രയിലും നമസ്കാരമുണ്ട്. നമസ്കാരങ്ങൾ യാത്രയിൽ ജമ്മാക്കുന്നതിനും കസറാക്കുന്നതിനും അനുവാദമുണ്ട്. സാധാരണ സാഹചര്യത്തിൽ നമസ്കാരങ്ങൾ പൂർണ്ണമായും അനുഷ്ഠിക്കേണ്ടതുമാണ്. അതുപോലെ നോമ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ യാത്രകളിൽ നോമ്പ് അനുഷ്ഠിക്കാവതല്ല. എന്നാൽ പൊതുവായ അവസ്ഥയിലാണെങ്കിൽ യാത്രയല്ലെങ്കിൽ നോമ്പെടുക്കേണ്ടത് നിർബന്ധവുമാണ്. ആരോഗ്യമുള്ള ഓരോരുത്തർക്കും നിർബന്ധമാണ്. തുടർന്ന് പറയുന്നു, ഇത് മറ്റൊരു കൽപ്പനയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സ്ത്രീ വീടിന് പുറത്തിറങ്ങുമ്പോൾ ബുർക്ക ധരിച്ചാണ് ഇറങ്ങുന്നത്. ഈ കൽപ്പന സ്ത്രീകൾക്ക് പ്രത്യേക സാഹചര്യത്തിലുള്ളതാണ്. കാരണം വീട്ടിനുള്ളിൽ ബുർക്ക ധരിക്കേണ്ട കൽപ്പനയില്ല. പർദ്ദയുടെ കൽപ്പന വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴുള്ള കൽപ്പനയാണ്. വീട്ടിനകത്ത് പർദ്ദ ധരിച്ച് നടക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പർദ്ദ മറ ആചരിക്കുന്നതിനെ കുറിച്ച് ഉള്ള കൽപ്പന ആരോടെല്ലാമാണ്, ആരോടൊക്കെ പർദ്ദ ആയുടെ ആവശ്യമില്ല എന്നതിനുമുള്ള കൽപ്പനകളുണ്ട്. തുടർന്ന് ആ മഹാത്മാവ് പറയുന്നു, തൗറാത്തിൻ്റെയും സുവിശേഷങ്ങളുടെയും കൽപ്പനകളെ താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നു, അവയെല്ലാം സാന്ദർഭികമായ ആവശ്യങ്ങളെ മുൻനിർത്തിയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്തും വേദഗ്രന്ഥവും ശാശ്വതവും സ്ഥായിയുമായ ന്യായപ്രമാണമാകുന്നു. അതുകൊണ്ട് അതിൽ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമ്പൂർണവും സമഗ്രവുമാകുന്നു. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് സ്ഥായിയായ നിയമസംഹിതയാണ്. തൗറാത്തും സവിശേഷങ്ങളും വിശുദ്ധ ഖുർആൻ വന്നിട്ടില്ലെങ്കിൽ കൂടി കാലഹരണപ്പെടുമായിരുന്നു. കാരണം അത് അവയിലുണ്ടായിരുന്നത് ശാശ്വതവും സ്ഥായിയുമായ നിയമങ്ങളല്ലായിരുന്നു. വിശുദ്ധ ഖുർആന്റെ പ്രാധാന്യം ഇതാണ്. ഖുറാനിക മാർഗദർശനങ്ങൾ എല്ലാ സാഹചര്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അതുപോലെ അതിൻ്റെ അധ്യാപനങ്ങൾ സമ്പൂർണ്ണത കൈവരിച്ചതാണ്. അതുപോലെ തന്നെ എല്ലാ കാലഘട്ടത്തിനും വേണ്ടിയുള്ളതാണ്. ഇവിടെ പർദ്ദയെക്കുറിച്ച് ഉദ്ധരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചും ചിലർ ആക്ഷേപിക്കുന്നവർ എല്ലാ വിഷയങ്ങളിലും ആക്ഷേപം ഉന്നയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പർദ്ദയുടെ ആവശ്യമില്ലെന്ന് അവർ പറയുന്നു. ചിലപ്പോൾ നമ്മുടെ ഇടയിലുള്ള പെൺകുട്ടികളും അവരുടെ വാക്കുകളാൽ പ്രഭാവിതരാകുന്നു. പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ സ്വയം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതേക്കുറിച്ച് ഉപന്യാസങ്ങളും പ്രബന്ധങ്ങളും എഴുതുന്നു. അതുപോലെ തന്നെ മഹിളാ സംഘടനകളും ഇക്കാര്യത്തിൽ ശബ്ദമുയർത്താൻ തുടങ്ങിയിരിക്കുന്നു. പത്രങ്ങളിലും ചില സമയങ്ങളിൽ അത്തരം ലേഖനങ്ങൾ വരുന്നു. അതായത് ഈ ചില സമയങ്ങളിൽ സ്ത്രീ പുരുഷന്മാരുടെ ഇടകലർച്ച വലിയ അസ്വസ്ഥതകൾക്കും അസ്വാരസ്യങ്ങൾക്കും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗങ്ങൾക്കും വെവ്വേറെ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് ചിലർ ആലോചിച്ചും തുടങ്ങിയിരിക്കുന്നു. ഹജ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം തന്റെ ആഗമനോദ്ദേശത്തെക്കുറിച്ചും അതുപോലെ വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ ന്യായപ്രമാണമാണ് എന്ന് വിവരിച്ചുകൊണ്ടും പറയുന്നു, നിങ്ങൾ ഹൃദയാത്മന ഞാൻ പറയുന്നത് കേൾക്കുവിൻ. എൻ്റെ ആഗമന ലക്ഷ്യം എന്താണ്? ഞാൻ വന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇസ്ലാമിനെ പുനരുജ്ജീവിപ്പിക്കുകയും ഇസ്ലാമിനെ പ്രബലപ്പെടുത്തുകയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പുതിയ ശരീഅത്ത് ന്യായപ്രമാണം പഠിപ്പിക്കാനോ പുതിയ കൽപ്പനകൾ നൽകുന്നതിനോ പുതിയൊരു ഗ്രന്ഥം അവതരിപ്പിക്കുന്നതിനോ വന്നതാണെന്ന് ആരും ധരിക്കരുത്. ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എൻ്റെ വീക്ഷണത്തിൽ അയാൾ അങ്ങേയറ്റം ദുർമാർഗിയും ദീനില്ലാത്തവനുമാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തും നുബുവത്തും വന്നതോടെ അവയ്ക്ക് സമ്പൂർണത വരിച്ചിരിക്കുന്നു. ഇനി ഒരു ശരീഅത്തും പുതുതായി വരാവതല്ല. വിശുദ്ധ ഖുർആൻ ഖാത്തമുൽ കുത്തുബാണ്. അതിൽ ഇനി ഒരു വള്ളിയോ പുള്ളിയോ പോലും ഏറ്റക്കുറച്ചിൽ നടത്താൻ പഴുതില്ല. അതെല്ലാ കാലഘട്ടത്തിലും സമഗ്രമായി തന്നെ നിലകൊള്ളുന്നതാണ്. അത് എല്ലാ കാലഘട്ടത്തിലും
പുതുപുത്തനായി തന്നെ നിലകൊള്ളുന്നതാണ്. ഈ അനുഗ്രഹങ്ങളുടെ സ്ഥിരതയ്ക്കും അവ മറ്റുള്ളവർക്ക് മുമ്പാകെ സമർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹു എന്നെ എഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. അതായത് ഖുറാനിക അധ്യാപനങ്ങൾ എല്ലാവർക്കും മനസ്സിലാകാൻ സാധിക്കുന്നതല്ല. പല കാര്യങ്ങളും വിശദീകരണ യോഗ്യമായിരിക്കും, വ്യാഖ്യാനാർഹവുമായിരിക്കും. അവയെ വിവരിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഈ അവസാന കാലഘട്ടത്തിൽ എന്നെ നിയുക്തനാക്കിയിരിക്കുന്നു. തുടർന്ന് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആൻ ഒരു മോചിതത്താകുന്നു, ദിവ്യാത്ഭുതമാകുന്നു. അതിന് സദൃശമായത് മുമ്പും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല. അതിന് സമാനമായത് ഭൂതകാലത്തിൽ നിന്നും ഉപമിക്കാൻ സാധിക്കുന്നതല്ല, ഇനി ഭാവിയിലും അത് സംഭവിക്കുന്നതല്ല. അതിൻ്റെ അനുഗ്രഹ കടാക്ഷങ്ങളുടെ കവാടങ്ങൾ എപ്പോഴും തുറന്നാണ് ഇരിക്കുന്നത്. അത് എല്ലാ കാലഘട്ടത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ തന്നെ സ്പഷ്ടവും പ്രകാശമാനവുമായി തന്നെ നിലകൊള്ളുന്നതാണ്. മറ്റൊരു കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തിയുടെയും വചനങ്ങൾ അയാളുടെ സ്ഥൈര്യമനുസരിച്ചായിരിക്കും ഉണ്ടാകുക. എത്രമാത്രം ഒരാൾ സ്ഥൈര്യവാനും ധൈര്യവാനുമാകുന്നുവോ, മഹത്തായ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്നവനാകുന്നുവോ, ആ ഒരു നിലവാരത്തിലായിരിക്കും ആ വ്യക്തിയുടെ വാക്കുകൾ ഉണ്ടാകുക. അയാളുടെ ജ്ഞാനമണ്ഡലത്തിന് അനുഗുണമായ നിലയിലായിരിക്കും ആ വചനങ്ങൾ ഉണ്ടാകുക. ഇതേ ഒരു വർണ്ണവും ഇതേ ഒരു നിലപാടുമായിരിക്കും ദൈവിക വെളിപാടുകൾക്കും ഉണ്ടാകുക. അതായത് ഒരു സാധാരണക്കാരൻ തൻ്റെ അറിവനുസരിച്ച് സംസാരിക്കുന്നത് പോലെ ദൈവിക വെളിപാടിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതനുസരിച്ചായിരിക്കും അത് ആശയവിനിമയം നടത്തുക. ആരുടെ മേലാണോ ദൈവിക വെളിപാടുകൾ ഉണ്ടാകുന്നത്, വഹി ഇറങ്ങുന്നത്, ആ വ്യക്തിയുടെ ഉന്നത നിലവാരത്തിനനുസരിച്ചായിരിക്കും ആ വ്യക്തിക്ക് വഹിയും വെളിപാടും ഉണ്ടാകുക. ഇവിടെ മറ്റൊരു സംഗതി ഓർക്കേണ്ടത്, വഹിക്കും ദിവ്യബോധനങ്ങൾക്കും വിവിധ തലങ്ങളുണ്ട് എന്നതാണ്. ദൈവിക സന്ദേശങ്ങൾക്കും അതിൻ്റെതായ നിലവാരമുണ്ട്. തുടർന്ന് പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യവും സ്ഥൈര്യവും നിശ്ചയദാർഢ്യവും വളരെ പ്രവിശാലമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച ദിവ്യവചനങ്ങളും തദനുസൃതമായിരുന്നു. തിരുനബിയോളം ധൈര്യവും സ്ഥൈര്യവുമുള്ള മറ്റൊരാളും ജനിക്കുക സാധ്യവുമല്ല. തുടർന്ന് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ കോന്തല വളരെ വിശാലമാകുന്നു. അത് ഖയാമത്ത് വരെയും മാറ്റമില്ലാതെ തുടരുന്ന നിയമമാകുന്നു. അത് എല്ലാ സമയത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ളതാണ്. അള്ളാഹു ഇപ്രകാരം പറയുന്നു, വൈൻ മിൻ ഷൈൻ ഇല്ല ഇന്ധന ഖസായിനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബി ഖദ്രിൻ മഅലൂം. അതായത് നാം നമ്മുടെ ഖജനാവുകൾ ആവശ്യാനുസൃതമാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നു, സുവിശേഷങ്ങളുടെ ആവശ്യകത എത്രത്തോളം ഉണ്ടായിരുന്നെന്നാൽ അതിൻ്റെ സംഗ്രഹം ഒരു പേജിൽ വിവരിക്കാൻ മാത്രം പരിമിതമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ മുഴു ലോകത്തിനുമുള്ള സംസ്കരണത്തിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. എല്ലാ കാലഘട്ടങ്ങൾക്കും വേണ്ടിയുള്ള സംസ്കരണ പദ്ധതിയാണത്. വിശുദ്ധ ഖുർആന്റെ ഉദാത്ത ലക്ഷ്യം മൃഗതുല്യമായ അവസ്ഥയിൽ നിന്നും മനുഷ്യന് മാനവികത നൽകുക എന്നതാണ്. മാനുഷിക മൂല്യങ്ങൾ നൽകിക്കൊണ്ട് അവനെ സംസ്കാര സമ്പന്നനാക്കുകയും അങ്ങനെ അവന് ന്യായപ്രമാണത്തിന്റെ എല്ലാ പരിധികളെയും കൽപ്പനകളെയും ഉൾക്കൊള്ളാൻ കഴിവുളവാക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് അവനെ ദൈവോന്മുഖനായ മനുഷ്യനാക്കി മാറ്റുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന് ആയിരക്കണക്കിന് ഉപവിഭാഗങ്ങൾ വിവരിക്കാനുണ്ട്. ജൂതന്മാർ, പ്രകൃതിവാദികൾ, അഗ്നി ആരാധകർ തുടങ്ങി വിവിധ സമൂഹങ്ങളിൽ ഇരുട്ടിന്റെ ആത്മാക്കളായിരുന്നു പ്രവർത്തന നിരതമായിരുന്നത്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവഹിതം, അതായത് ദൈവം നൽകിയ അറിവനുസരിച്ച് സകലരെയും സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി, ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. അതായത് പറയുക, അല്ലയോ മനുഷ്യ സമൂഹമേ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമായി അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാകുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത സമയങ്ങളിൽ മുമ്പ് ഇറങ്ങിയിരുന്ന അധ്യാപനങ്ങളുടെ സമ്മിളിത രൂപമാകേണ്ടതും അനിവാര്യമായിരുന്നു. വാനലോകത്ത് നിന്നും വ്യത്യസ്ത സമയങ്ങളിൽ വിവിധ പ്രവാചകന്മാർ മുഖേന ഭൂനിവാസികൾക്ക് വന്നിട്ടുണ്ടായിരുന്ന സത്യങ്ങളും വസ്തുതകളും അതിൽ ഉൾക്കൊള്ളേണ്ടതുമായിരുന്നു. അതായത് മുൻകാലത്തുണ്ടായ കാര്യങ്ങളും അതിനുള്ളിൽ ഉള്ളടക്കം ചെയ്യണമായിരുന്നു. അത് വിശുദ്ധ ഖുർആനിലുണ്ട്.
പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമാക്കുന്നത് മനുഷ്യകുലത്തെ ആകമാനമാണ്. അത് പ്രത്യേക സമൂഹത്തിലേക്കോ രാജ്യത്തിലേക്കോ കാലഘട്ടത്തിലേക്കോ ഉള്ളതായിരുന്നില്ല. സുവിശേഷങ്ങളുടെ ഇഞ്ചീലിന്റെ പരിഗണന ഒരു പ്രത്യേക സമൂഹം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് യേശു മിശിഹ അലൈഹിസ്സലാം ആവർത്തിച്ച് പറയുകയുണ്ടായത്, ഞാൻ ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആട്ടിൻ പറ്റത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്ന്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഇപ്രകാരം വിളംബരപ്പെടുത്തിയത്, ഞാൻ മുഴുലോകത്തിനും വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാകുന്നു. ഇത് വിശുദ്ധ ഖുർആൻ എല്ലാ ലോകത്തിനും സന്മാർഗം ആണ് എന്നതിനുള്ള തെളിവാകുന്നു. മുൻകാല സമൂഹങ്ങളിലേക്കും അവരുടെ അവസ്ഥക്കനുസരിച്ച് സന്മാർഗമാണ്. പറയുന്നു, ഇനി വരാനുള്ളവർക്കും ഇതിൽ കൽപ്പനകളുണ്ട്, വരും സമൂഹങ്ങൾക്കുമുണ്ട്. ഇത് ശാശ്വതമായ സനാതനമായ ന്യായപ്രമാണമാകുന്നു. ഇതുകൂടാതെ യാതൊരു ന്യായപ്രമാണവുമില്ല. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ അവതരിച്ച മതസംഹിത, ശരീഅത്ത് കൂടാതെ മറ്റൊരു മതസംഹിതയും ഇനി ഇല്ല തന്നെ. വിശുദ്ധ ഖുർആൻ എല്ലാതരം അധ്യാപനങ്ങളുടെയും കേദാരവും ഖജനാവുമാണെന്ന് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, വിശുദ്ധ ഖുർആൻ യുക്തിഭദ്രമാണ്, ശാശ്വതമായ ന്യായപ്രമാണമാണ്, സകല അധ്യാപനങ്ങളുടെയും കേദാരമാകുന്നു. വിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ ദിവ്യാത്ഭുതം എന്നത് അതിൽ ഉള്ള ഉന്നത നിലവാരത്തിലുള്ള അധ്യാപനമാണ്. രണ്ടാമത്തെ മോജിസത്ത് വിശുദ്ധ ഖുർആനിലെ മഹത്തായ പ്രവചനങ്ങളാകുന്നു. സൂറ ഫാത്തിഹയിലും സൂറ തഹരീമിലും സൂറ നൂറിലും എത്ര മഹത്തരങ്ങളായ പ്രവചനങ്ങളാണുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതം മുഴുവനും പ്രവചനങ്ങൾ കൊണ്ട് ഭരിതമായിരുന്നു. അതേക്കുറിച്ച് ഒരു ബുദ്ധിയുള്ള വ്യക്തി ദൈവഭയം മുൻനിർത്തിക്കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രമാത്രം അദൃശ്യ കാര്യങ്ങളിലുള്ള ജ്ഞാനം ലഭിച്ചിരുന്നു എന്ന് മനസ്സിലാകുന്നതാണ്. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആ ജനത ഒട്ടാകെ എതിരാളികളായി മാറിയിരുന്നു. ആരും തന്നെ സഹാനുഭൂതി നടിക്കാനോ സൗഹൃദം മുന്നോട്ട് വെക്കാനോ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് പറയുന്നത്, സയുഹുസമുൽ ജമോ വയുവല്ലൂന ദുബുർ. ഇതൊരു നിസ്സാര കാര്യമാണോ? അതായത് എതിരെയുള്ള വൻ സംഘത്തിന് പരാജയം ഭവിക്കുന്നതാണ്, അവർ പിന്തിരിഞ്ഞോടുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്നു, ഇതൊരു നിസ്സാര കാര്യമാണോ? അത്തരമൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നതെങ്കിൽ അവരുടെ നാശത്തെക്കുറിച്ച് ഫത്വ നൽകാൻ സാധിക്കുമായിരുന്നു. സാഹചര്യം നോക്കി അവർ നാശമടിയുമെന്ന് ദീർഘദർശനം ചെയ്യാമായിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിജയത്തെയും താൻ വിജയശ്രീ ലാളിതനാകുന്നതിനെ കുറിച്ചും ശത്രുക്കൾ അമ്പയെ പരാജയപ്പെടുന്നതിനെ കുറിച്ചും അവർ നിന്ദ്യരാകുന്നതിനെ കുറിച്ചും ചെയ്യുന്ന സമയം നോക്കുക. പിന്നീട് അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. ഈ പ്രവചനം വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അത് അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കയിലായിരുന്നു നൽകിയത്. അതും പ്രാരംഭഘട്ടത്തിൽ വളരെ ദുർബലമായ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്ക ജീവിതത്തിൽ. പിന്നെ എങ്ങനെയാണ് പ്രവചനം പൂർത്തിയായതെന്ന് നോക്കുക. അഹ്സാബ് യുദ്ധത്തിൽ നമുക്ക് ഇത് പൂർത്തിയായതായി കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയാറുള്ളത്. മറ്റു സ്ഥലങ്ങളിലും അതുപോലെ സംഭവിക്കുകയുണ്ടായി. നിഷേധികളുടെ വലിയ സൈന്യങ്ങൾ മുസ്ലിങ്ങൾക്ക് മുന്നിൽ പിന്തിരിഞ്ഞോടുന്ന ദൃശ്യം എല്ലാവരും കാണുകയുണ്ടായി. തുടർന്ന് പറയുന്നു, 13 നൂറ്റാണ്ടുകൾക്കിപ്പുറം സ്ഥാപിതമാകാനുള്ള ജമാഅത്തിനെ കുറിച്ചും ആ സമയത്തുണ്ടാകുന്ന പ്രഭാവങ്ങളെയും അടയാളങ്ങളെയും കുറിച്ച് എത്ര മഹത്തായതും അതുല്യവുമായ പ്രവചനങ്ങളാണ് തിരുനബി നടത്തിയിരിക്കുന്നത് നോക്കുക. അതായത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തെക്കുറിച്ചും ചെയ്ത പ്രവചനങ്ങളെക്കുറിച്ചും നോക്കുക. അവ എത്ര മഹത്തരങ്ങളാണ്. അതിൽ പലതിനെക്കുറിച്ചും മുൻ ഖുതുബകളിൽ ഞാൻ പരാമർശിച്ചതാണ്. അവ ഇപ്പോഴും പൂർണ്ണ പ്രഭാവത്തോടെയും പ്രതാപത്തോടെയും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു, ലോകത്തുള്ള ഏത് ഗ്രന്ഥത്തിൽ നിന്നും പ്രവചനങ്ങളെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഈസാ മസീഹിന്റെ പ്രവചനങ്ങളെയും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അവയ്ക്കൊന്നും തന്നെ ഇതിനോട് കിടപിടിക്കാൻ കഴിയുകയില്ല. വിശുദ്ധ ഖുർആന്റെ മഹാത്മ്യത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ എല്ലാ കൽപ്പനകളും കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന പ്രത്യേകതയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ സംഗതികളും കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്.
അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ച് പല സന്ദർഭങ്ങളിലും ഇപ്രകാരം വന്നിരിക്കുന്നു, ഉപദേശിച്ചിരിക്കുന്നു. നിങ്ങൾ ബുദ്ധി, വിവേകം, ചിന്ത, വിശ്വാസം എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുക. അതായത് ബുദ്ധിപൂർവം പ്രവർത്തിക്കുക, ചിന്താപൂർവം പ്രവർത്തിക്കുക, വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. വിശ്വാസം ഈമാനും അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ ഖുറാനും ഇതര ഗ്രന്ഥങ്ങളും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം എന്തെന്നാൽ മറ്റൊരു ഗ്രന്ഥവും തന്നെ അതിൻ്റെ അധ്യാപനങ്ങളെ ബുദ്ധിക്കും വിവേകത്തിനും സ്വതന്ത്രമായ വിമർശനത്തിനും മുന്നിൽ ധൈര്യപൂർവ്വം സമർപ്പിക്കാനുള്ള കെൽപ്പില്ല എന്നതാണ്, അതിനുള്ള ആർജവമില്ല എന്നതാണ്. ആ മഹാത്മാവ് സുവിശേഷങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഇഞ്ചീലിന്റെ സാമർഥ്യമുള്ള അനുയായികൾ ഇഞ്ചീലിന്റെ അധ്യാപനം ബുദ്ധിപരമായ നിലപാടുകൾക്ക് മുന്നിൽ നിർജീവമാണെന്ന് കണ്ടപ്പോൾ തന്ത്രപൂർവം അതിന്റെ വിശ്വാസങ്ങളെ, അതായത് ത്രിയേകത്വം, പാപപരിഹാര സിദ്ധാന്തം മുതലായ കാര്യങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് മനുഷ്യ ബുദ്ധിക്ക് ചെല്ലാൻ സാധ്യമല്ലെന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. വളരെ ഗഹനമായ അറിവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച് അതിലേക്ക് എത്താൻ സാധ്യമല്ലെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പറയപ്പെടുന്നത് അപ്പടി സ്വീകരിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന് നേരെ വിപരീതമായി വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ഇപ്രകാരമാകുന്നു: ഇന്നഫി ഖൽഖി സമാവാതി വല്ലർദി വഖ്തിലാഫി ലൈലി വന്നഹാരി ലആയാതി ലിഉലിൽ അൽബാബ് അല്ലസീന യസ്കുറൂനല്ലാഹ്. അതായത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകൽ മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ പാഠങ്ങൾ നൽകുന്നു. അതിലേക്കാണ് ഇസ്ലാം മതം എല്ലാവരെയും ക്ഷണിക്കുന്നത്. ഈ ആയത്തിൽ വളരെ വ്യക്തമായും ബുദ്ധിമാന്മാർ തങ്ങളുടെ ബുദ്ധിയും മസ്തിഷ്കവും പ്രയോജനപ്പെടുത്തി ചിന്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിന്തിച്ചു കൊള്ളുക. തുടർന്ന് പറയുന്നു, വിശുദ്ധ ഖുർആൻ ഒരു കുറ്റമറ്റ സംരക്ഷിതമായ ഗ്രന്ഥമാകുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ സാക്ഷ്യങ്ങൾ പ്രകൃതി നിയമങ്ങളുടെ ജിഹ്വയിലൂടെയാണ്, പ്രകൃതി നിയമങ്ങളാണ് അത് വെളിപ്പെടുത്തുന്നത്. പറയുന്നു, അള്ളാഹു പറയുന്നത് എന്തെന്നാൽ, ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമുസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. തീർച്ചയായും ഇത് ആദരണീയമായ വിശുദ്ധ ഖുർആനാണ്. അതൊരു ഗുപ്തമായ ഗ്രന്ഥമാണ്. അതായത് ഇതിൽ സുരക്ഷിതമായ സംരക്ഷിക്കപ്പെട്ട പാഠങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. പരിശുദ്ധന്മാർ അല്ലെങ്കിൽ പരിശുദ്ധി വരുത്തിയവരല്ലാതെ അതിൽ നിന്നും ഒന്നും തന്നെ സ്പർശിക്കുന്നതല്ല, കരസ്ഥമാക്കുന്നതല്ല. മറിച്ച് ഈ മുഴുവൻ ഗ്രന്ഥവും പ്രകൃതിയുടെ ശക്തമായ സംഭരണിയിൽ സുഭദ്രമാകുന്നു. വിശുദ്ധ ഖുർആൻ ഗുപ്തമായ ഒരു ഗ്രന്ഥത്തിലാണ് എന്നതാണ് ഇതിന്റെ അർത്ഥം. അതായത് വിശുദ്ധ ഖുർആന്റെ അസ്തിത്വം വെറും പേജുകളിൽ, കടലാസുകളിൽ പരിമിതമല്ല, മറിച്ച് അത് ഗോപ്യമായ ഒരു ഗ്രന്ഥമാകുന്നു. ആ ഗോപ്യമായ ഗ്രന്ഥം ഏതിലാണ് ഖുർആനുള്ളത്? ആ ഗോപ്യമായ ഗ്രന്ഥം അത് പ്രകൃതിയാണ്. പ്രകൃതിയുടെ ഏടുകളാണ് വിശുദ്ധ ഖുർആൻ. അതായത് വിശുദ്ധ ഖുർആന്റെ എല്ലാ അധ്യാപനങ്ങളുടെയും പ്രകൃതി നിയമത്തിന്റെ ഓരോരോ കണികയുടെയും നാവിലൂടെയാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതിന്റെ അധ്യാപനങ്ങളും അനുഗ്രഹങ്ങളും മാഞ്ഞു പോകുന്ന കഥാകഥനങ്ങളല്ല, മറിച്ച് അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർ കരസ്ഥമാക്കുന്നതാണ്. എന്നാൽ ഓർക്കുക, അതിന്റെ രഹസ്യങ്ങളുടെ ഗഹനത പരിശുദ്ധവാന്മാർക്ക് മാത്രമേ ലഭ്യമാകുകയുള്ളൂ, അവർക്ക് മുന്നിലേ തുറക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിശുദ്ധവാന്മാരുടെ കൂട്ടുകെട്ടും അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം മാത്രമാണ് ഇതിനായി വന്നിട്ടുള്ളത്. അദ്ദേഹമാണ് അള്ളാഹുവിനാൽ പ്രദാനം ചെയ്യപ്പെട്ട വിജ്ഞാനം, അതിൻ്റെ അനുഗ്രഹവും കരസ്ഥമാക്കിക്കൊണ്ട് ഇക്കാര്യങ്ങൾ വിവരിച്ചു തന്നിട്ടുള്ളത്. അക്കാര്യത്തിലേക്ക് നാം ശ്രദ്ധിക്കുകയും അതേക്കുറിച്ച് നാം ചിന്തിക്കുകയും വേണം. അങ്ങനെ അദ്ദേഹം അവതരിപ്പിച്ച ആ വിജ്ഞാനത്തിനനുസൃതമായാണ് അഹമ്മദിയ ജമാഅത്തിന്റെ സാഹിത്യങ്ങളിൽ ഖുറാനിന്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുറാന് എന്തുകൊണ്ടാണ് ദിക്ർ അഥവാ സ്മരണ എന്ന് പറഞ്ഞത് എന്നതിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, വിശുദ്ധ ഖുറാന്റെ പേര് ദിക്ർ അഥവാ സ്മരണ എന്നും വെച്ചിരിക്കുന്നു. കാരണം അത് മനുഷ്യന്റെ ആന്തരികമായ ശരീരത്തിനെ ഉണർത്തുന്നു. അതായത് വിശുദ്ധ ഖുർആൻ ഒരു പുതിയ അധ്യാപനവും കൊണ്ടുവന്നിട്ടില്ല, മറിച്ച് അത് മനുഷ്യന്റെ അകത്തളങ്ങളിൽ വ്യത്യസ്ത കഴിവുകളുടെ രൂപത്തിൽ അന്തർലീനമായിട്ടുള്ള ആന്തരികമായ ശരീരത്തിനെ തൊട്ടുണർത്തുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് സഹാനുഭൂതി, ത്യാഗം,
ധൈര്യം, ശക്തി, കോപം, തൃപ്തി തുടങ്ങിയ ആന്തരിക കഴിവുകളെയാണ് അത് ഉണർത്തുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള പ്രകൃതത്തെയാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്, അനുസ്മരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഫീ കിതാബിൻ മക്നൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രകൃതിയുടെ താളുകളിൽ ഈ ഗ്രന്ഥം ഗോപ്യമായ നിലയിലാണ് ഉണ്ടായിരുന്നത്. അത് മനുഷ്യന് നേരിട്ട് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുമായിരുന്നില്ല. അതേക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ ഈ വീക്ഷണത്തിലും നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ പ്രകൃതിദത്തമായ കഴിവുകളിലേക്ക് വഴികാട്ടുന്നുണ്ട്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നും ഇന്ന് പ്രത്യേകിച്ച് മനുഷ്യൻ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അക്കാര്യത്തെ എടുത്തെടുത്ത് ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ പ്രകൃതിയിൽ നിന്നും അകലുന്നത് കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് പല അധാർമികവും പ്രകൃതി വിരുദ്ധവുമായ നിയമങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയെ വികൃതമാക്കാൻ ശ്രമിക്കുന്നു. അള്ളാഹു പറയുന്നു, വിശുദ്ധ ഖുർആനെ അവധാനതയോടെ വായിക്കുക, അതിൽ വിചിന്തനം നടത്തുക, അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യ പ്രകൃതത്തിന്റെ ഉദാത്തമായ തലം അത് കാണിച്ചു തരുന്നതായിരിക്കും. ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ വീക്ഷണ കോണിലും വിശുദ്ധ ഖുർആൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മുതിർന്നവരെയും ചെറുപ്പക്കാരെയും ഒക്കെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി വിഷലിപ്തമാക്കാൻ ശ്രമിക്കുന്നു. അതിൽ നിന്നും ഇത് മുഖേന നമുക്ക് രക്ഷപ്പെടാവുന്നതാണ്. പല മാതാപിതാക്കളും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. മക്കൾ സ്കൂളുകളിൽ നിന്ന് പലതും പഠിച്ചു വരുന്നു, അവർക്ക് എങ്ങനെ മറുപടി നൽകും? നമ്മൾ ചിന്തിക്കുകയും തഫ്സീറുകൾ വായിക്കുകയും ജമാഅത്തിന്റെ സാഹിത്യങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും മറുപടി നൽകാൻ സാധിക്കുന്നതാണ്. തുടർന്ന് പറയുന്നു, അതുപോലെ തന്നെ ഈ ഗ്രന്ഥത്തിന്റെ പേര് ദിക്ർ എന്ന് വെച്ചിരിക്കുന്നു. അതിന്റെ ഉദ്ദേശം അത് വായിച്ചുകൊണ്ടിരിക്കണം എന്നതാണ്. ആന്തരികവും ആത്മീയവുമായ കഴിവുകളെയും വാനലോകത്ത് നിന്ന് മനുഷ്യനുള്ളിൽ സന്നിവേശിക്കപ്പെട്ടിട്ടുള്ള പ്രകാശനിർഭരമായ ഹൃദയത്തെയും അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ അത്ഭുതമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അത് കൂടെ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യൻ അവൻ അറിയാത്ത ദിവ്യജ്ഞാനങ്ങളും യാഥാർത്ഥ്യങ്ങളും ആത്മീയവുമായ അഭൗമികമായ രഹസ്യങ്ങളും മനസ്സിലാക്കുന്നതാണ്. പക്ഷേ അഹോ കഷ്ടം, വിശുദ്ധ ഖുർആന്റെ ഹുദല്ലിൽ മുത്തഖീൻ എന്ന അടിസ്ഥാന ലക്ഷ്യത്തെ, പരമപ്രധാനമായ ലക്ഷ്യത്തെ കൈവെടിഞ്ഞുകൊണ്ട് ഖുർആനെ കേവലം ചില കിസ്സകളുടെ സമാഹാരമായി കരുതുന്നു. വളരെ ലാഘവത്തോടെയും നിക്ഷിപ്ത താല്പര്യങ്ങളോടും അറേബ്യയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെ പോലെ അവയെ പഴംപുരാണങ്ങളാണെന്ന് ധരിക്കുന്നു. പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന ഘട്ടവും വിശുദ്ധ ഖുർആൻ അവതരിച്ച കാലഘട്ടത്തെ കുറിച്ചും പറയുന്നു. അത് വന്നത് ലോകത്ത് നിന്നും തിരോഭവിച്ച യാഥാർത്ഥ്യങ്ങളെ വീണ്ടും അനുസ്മരിക്കാൻ വേണ്ടിയായിരുന്നു, ഓർമ്മപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ഇന്ന് ഈ കാലഘട്ടം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്ത അനുസരിച്ചുള്ളതാണ്. അതായത് അന്ന് ജനങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമെങ്കിലും അവരുടെ കണ്ഠത്തിന് താഴേക്ക് അത് ഇറങ്ങുന്നതല്ല. അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ കാര്യമാറുണ്ട്, ഒട്ടനവധി വിശുദ്ധ ഖുർആൻ പഠിതാക്കളുണ്ട്, എന്നാൽ ആരും തന്നെ അവ പ്രാവർത്തികമാക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ അത് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ എത്ര മനോഹരവും അക്ഷരസ്ഫുടതയോടെയും കൂടിയാണ് പലരും പാരായണം ചെയ്യുന്നത്. പക്ഷെ അത് അവരുടെ കണ്ഠനാളത്തിന് കീഴേക്ക് ഇറങ്ങുന്നില്ല. കർമ്മങ്ങളൊന്നും തന്നെ അവർക്കില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ മറ്റൊരു പേര് ദിക്ർ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഉള്ളിൽ ആരംഭഘട്ടം മുതൽ തന്നെ അന്തർലീനമായ, അതുപോലെ നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളെയും അന്തസാരങ്ങളെയും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇന്നാ ലഹു ലഹാഫിലൂൻ എന്ന അള്ളാഹുവിന്റെ ഉറച്ച വാഗ്ദാനം അനുസരിച്ച് ഈ കാലഘട്ടത്തിലും വാനലോകത്ത് നിന്നും ഒരു മുഅല്ലിം, അധ്യാപകൻ വന്നിരിക്കുന്നു. അദ്ദേഹം വാഖരീന മിൻഹും ലമ്മ യൽഹഖു ബിഹിം എന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ വാഗ്ദത്തം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തി തന്നെയാണ് നിങ്ങൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറയുകയാണ് ഉണ്ടായത്: മുസ്ലിങ്ങൾ ബുദ്ധി പ്രയോഗിക്കുകയും അള്ളാഹു അയച്ച ഈ വ്യക്തിയുടെ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തെങ്കിൽ
എത്ര നന്നായേനെ. സ്വന്തം ഉള്ളിലേക്ക് നോക്കുക, കാലഘട്ടത്തിന്റെ ആവശ്യത്തെ മുൻനിർത്തി നോക്കുക, മുസ്ലിങ്ങളുടെ പൊതുവായ അവസ്ഥയും ശ്രദ്ധിക്കുക. വെറും ബാഹ്യമായ ഫത്തവകളിൽ ശക്തി ചെലുത്തിക്കൊണ്ട് ഇസ്ലാമിന് ദുഷ്പേരുണ്ടാക്കാൻ ശ്രമിക്കരുത്. വിശുദ്ധ ഖുർആന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ അഹമ്മദികളായ നമ്മൾ എപ്പോഴും ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ എത്രമാത്രം വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് നോക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ യഥാർത്ഥ വിജ്ഞാനങ്ങൾ മനസ്സിലാക്കി തരുന്നു എന്നതിന് വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാ പറയുന്നു, അള്ളാഹു ഏതു പ്രകാരം ജനങ്ങൾ അവനെ ഭയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു, അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ വിജ്ഞാനത്തിന്റെ പ്രകാശം ഉണ്ടാകണമെന്നും അവൻ ആഗ്രഹിക്കുന്നുണ്ട്. കേവലം ഭയമല്ല, വിജ്ഞാനങ്ങളുടെ പ്രകാശം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ അവർ ആധ്യാത്മികതയുടെ കടമ്പകൾ താണ്ടുന്നവരാകണം. അതെന്തിനാണ് ഉണ്ടാകുന്നത്? ആത്മീയതയ്ക്ക് വേണ്ടിയാണ്. ചിന്താഗതികൾ വിശാലമാകണം. കാരണം യഥാർത്ഥ ജ്ഞാനങ്ങളെക്കുറിച്ച് അറിവ് ലഭ്യമാകുമ്പോൾ ഒരു ഭാഗത്ത് സത്യസന്ധമായ യഥാർത്ഥമായ ഭയം ഉടലെടുക്കുന്നു, മറുഭാഗത്ത് ഈ വിജ്ഞാനങ്ങൾ മുഖേന ദൈവാരാധനയും ഉണ്ടാകുന്നു. ഒരു വിശ്വാസി ഈ നിലയ്ക്ക് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഈ നിലയ്ക്ക് ചിന്തിക്കുകയുമാണെങ്കിൽ ഭൗതികമായ വിജ്ഞാനങ്ങളെയും ഖുർആനനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ അവർക്ക് ദൈവജ്ഞാനവും ദിവ്യജ്ഞാനവും ലഭിക്കുന്നു, ഭയവും ലഭിക്കുന്നു. പറയുന്നു, എന്നാൽ ചില ദൗർഭാഗ്യവാന്മാർ ഈ ജ്ഞാനങ്ങളിൽ മാത്രം മുഴുകുകയും ദൈവിക വിധിയിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് തന്നെ അവർ സംശയത്തിലാകുന്നു. ചില ആളുകൾ ജ്ഞാനങ്ങളിൽ അറിവുകളിൽ മാത്രം മുഴുകിക്കൊണ്ട് ദൈവവിധികളെ കുറിച്ച് അശ്രദ്ധരായി മാറുന്നു, തക്ദീറിനെ കുറിച്ച് അശ്രദ്ധരാകുന്നു. ദൈവാസ്തിത്വത്തെക്കുറിച്ച് തന്നെ അവർ സംശയം ഉളവാക്കുന്നു. ചില ആളുകളാണെങ്കിൽ അള്ളാഹുവിന്റെ തക്ദീറിനെ അംഗീകരിക്കുന്നു, എന്നാൽ ഭൗതിക വിജ്ഞാനങ്ങളെ തൊട്ട് അവർ അവയെ അവഗണിക്കുന്നവരായി മാറുന്നു. ഒരു ഭാഗത്ത് ഭൗതിക വിജ്ഞാനങ്ങളുടെ പേരിൽ, നവ്യമായ നൂതന വിജ്ഞാനങ്ങളുടെ പേരിൽ അള്ളാഹുവിനെ തന്നെ മറക്കുന്നു. മറ്റൊരു വശത്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്നു എന്നതിന്റെ പേരിൽ ഭൗതിക വിജ്ഞാനങ്ങളെ കുറിച്ച് ഭയക്കുകയും അവയെ തീർത്തും ഒഴിവാക്കുകയും ചെയ്യുന്നു. ആ മഹാത്മാവ് പറയുകയുണ്ട്, ഇത് രണ്ടും തെറ്റാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ രണ്ടു തരം അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് തികവാർന്ന രീതിയിൽ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ യഥാർത്ഥ ജ്ഞാനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറയുന്നതിന് കാരണം മനുഷ്യന്റെ ഉള്ളിൽ യഥാർത്ഥ ദൈവഭയം ഉടലെടുക്കും അത് മുഖേന എന്നതുകൊണ്ടാണ്. ദൈവജ്ഞാനത്തെക്കുറിച്ച് കൂടുതൽ അറിയും തോറും ഗ്രഹിക്കും തോറും ദൈവമഹാത്മ്യത്തെക്കുറിച്ചും ബോധമുണ്ടാക്കുകയും ദൈവസ്നേഹം ഉടലെടുക്കുകയും ചെയ്യുന്നതാണ്. അത് മനുഷ്യനെ ദൈവവിധിവിലക്കുകൾക്ക് തക്ദീറുകൾക്ക് കീഴിൽ ജീവിക്കാൻ അധ്യാപനം നൽകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ അർപ്പണത്തിന്റെയും പ്രതീക്ഷയുടെയും സ്വഭാവം ഉളവാകുന്നു എന്നതുകൊണ്ടാണ്. ദൈവപ്രീതിയിൽ തൃപ്തിപ്പെടുന്നതിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുമ്പോൾ മോക്ഷത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യമായ കളങ്കമറ്റ അകൈതവുമായ സമാധാനവും തൃപ്തിയും ലഭ്യമാകുന്നതാണ്. അതെല്ലാം തന്നെ അതുകൊണ്ട് കരഗതമാകുന്നത് കൊണ്ടാണ് തക്ദീറിൽ വിശ്വസിക്കാൻ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് പറയുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആൻ മുഖേന ഈ ഉമ്മത്തിന് സത്യപൂർണമായ വിജ്ഞാനങ്ങളുടെ ഉറവിടം നൽകിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ട ഈ യാഥാർത്ഥ്യത്തെയും ദിവ്യജ്ഞാനങ്ങളെയും കരസ്ഥമാക്കുകയും യഥാർത്ഥ ഭയഭക്തിയും ദൈവഭയവും നേടുകയും ചെയ്യുമ്പോൾ അത്തരം ആളുകൾ, അത്തരം ഈ മുസ്ലിങ്ങൾ ബനി ഇസ്രായേലിലുള്ള പ്രവാചകന്മാർക്ക് തുല്യമായ വിജ്ഞാനങ്ങൾ നേടുന്നവരായി മാറുന്നു. മറ്റൊരു കാര്യം ശരി തന്നെ, ഒരാൾക്ക് ആയുധങ്ങൾ നൽകുന്നു, എന്നാൽ അയാൾ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് അയാളുടെ കുറ്റമാണ്. ആയുധത്തിലുള്ള കുറവല്ല അത് സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ എന്ന അനുപമമായ അനുഗ്രഹം ലഭ്യമായിട്ട് കൂടി അത് അവരെ വഴികേടിൽ നിന്നും രക്ഷിക്കുന്ന, അന്ധകാരങ്ങളിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു അമൂല്യ നിധിയായിട്ട് കൂടി അവർ അതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിൻ്റെ പരിശുദ്ധമായ വിശുദ്ധമായ അധ്യാപനങ്ങളെ അവർ തീർത്തും അവഗണിച്ചിരിക്കുന്നു. തൽഫലമായി അവർ ഇസ്ലാമിൽ നിന്നും ബഹുദൂരം അകറ്റപ്പെടുകയുണ്ടായി. ഹദ്രത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആന്റെ മഹത്തായ അധ്യാപനങ്ങളിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് വെറും നാമമാത്രമായ മുസ്ലിങ്ങളായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകളും ക്ലിപ്സുകളും വിവിധ സമയങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, അത് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനങ്ങളെയും അല്ലെങ്കിൽ ചരിത്രത്തെയും പോലും അവർക്ക് തീർത്തും അവഗാഹമില്ല എന്നതാണ്. മൗലവി എന്താണോ പറയുന്നത് അതനുസരിച്ച് നാമൂസ് റിസാലത്ത്, തിരുനബിയുടെ പ്രവാചകത്വത്തെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിലും വിശുദ്ധ ഖുർആന്റെയും സഹാബാക്കളുടെയും പേരിലും അഹമ്മദിയ ജമാഅത്തിനെതിരിൽ
മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു, അവർക്ക് നഷ്ടങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നു. വെറും മൗലവിമാരുടെ വാക്കുകൾ കേട്ട്. ബംഗ്ലാദേശിൽ നിന്നും ഒരാളെ എനിക്ക് പ്രകാരം എഴുതി, അവർക്ക് മേൽ ആക്രമണം ഉണ്ടായപ്പോൾ ആ ജാതിയായി വന്ന് ആക്രമണം നടത്തിയപ്പോൾ അവർക്കിടയിൽ ഒരു കുട്ടി കല്ലെടുത്തെറിയുന്നുണ്ടായിരുന്നു. അവനോട് ഒരു പയ്യൻ കല്ലെടുത്തെറിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അഹമ്മദികളായതുകൊണ്ടാണോ നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ഖുറാനിൽ എഴുതിയിട്ടുണ്ടോ? ഇതാണോ ഇസ്ലാമിന്റെ അധ്യാപനം? എവിടെയാണെന്ന് കാണിച്ചു തരിക. അത്തരം അധ്യാപനങ്ങൾ ഖുറാനിലുള്ളത് എവിടെ എന്ന് കാണിച്ചു തരിക. നോക്കൂ, ഞങ്ങളും കലിമ ചൊല്ലുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അവൻ കല്ലുകൾ താഴേക്കിട്ടു. അതായത് മൗലവിമാർ ആവേശവും രോഷവും കൊള്ളിക്കുമ്പോൾ അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്, അല്ലാതെ അവർ സ്വയം ചിന്തിച്ചല്ല ഒന്നും ചെയ്യുന്നത്. അള്ളാഹു ഇത്തരം ഉപദ്രവകാരികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ഈ റമദാനിലും തുടർന്നും വിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് ഭൗതികതയുടെ മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷണമേകട്ടെ. റമദാൻ മാസത്തിൽ പ്രത്യേകമായി ദുആകളിലേക്ക് ശ്രദ്ധിക്കുക. മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അള്ളാഹു എല്ലാ ഭാഗത്തും എല്ലാ അഹമ്മദികളെയും എല്ലാതരം ദ്രോഹങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സമക്ഷം ഒരു തരത്തിലും നന്നാകാത്തവർ, അവരെ അള്ളാഹു മറ്റുള്ളവർക്കൊരു പാഠമാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ മറ്റുള്ളവർക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിൽ അവരൊരു മാതൃകയായി മാറട്ടെ. ശിക്ഷ ലഭിക്കട്ടെ. ലോകത്തിന് വേണ്ടി പൊതുവായ നിലക്കും അള്ളാഹു യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുമാറാകട്ടെ. ഇനി ഞാൻ ചില മർഹൂമിങ്ങളെ അനുസ്മരിക്കുന്നതാണ്. ഇതിൽ ആദ്യത്തേത് നമ്മുടെ ഒരു മുബല്ലിഗാണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി തൻ്റെ വഖഫ്, തൻ്റെ ജീവിതാർപ്പണത്തെ പൂർത്തിയാക്കുകയുണ്ടായി. വളരെ വിനയാന്വിതനായ മനുഷ്യനായിരുന്നു. ദീർഘകാലം സേവനത്തിനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം തൻ്റെ ഖിദ്മത്തിൻ്റെ സേവനത്തിൻ്റെ കടമ യഥാർഹം നിറവേറ്റുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് മുനവർ അഹമ്മദ് ഖുർഷീദ് സാബ് എന്നാണ്. വെസ്റ്റ് ആഫ്രിക്കയിലെ മുബല്ലിഗ് ആയിരുന്നു. ഈ അടുത്ത ദിവസം അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അഹമ്മദിയത്തിൻ്റെ ആരംഭം അദ്ദേഹത്തിൻ്റെ പിതാമഹനായ ഹജറത്ത് മിയ അബ്ദുൽ കരീം സാബ് മുഖേനയായിരുന്നു. അദ്ദേഹം 1903 ഹജറത്ത് മസീമദ് അലി ഇസ്ലാം കരംദീൻ കേസുമായി ബന്ധപ്പെട്ട് ജഹ്ലും എന്ന സ്ഥലത്ത് പോയപ്പോഴാണ് അവിടെ വെച്ച് ബൈഅത്ത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികൾ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികളെല്ലാം തന്നെ ഖുർഷീദ് സാബിൻ്റെ മാതാപിതാക്കളുടെ മക്കളെല്ലാം തന്നെ ചെറുപ്പത്തിൽ തന്നെ രോഗബാധിതരായി മരിച്ചു പോകുമായിരുന്നു. അങ്ങനെ മൗലവി ഖുർഷീദ് സാഹിബും ജനിച്ചപ്പോൾ അദ്ദേഹവും രോഗബാധിതനായി. രക്ഷപ്പെടാൻ യാതൊരു വഴിയും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാമഹൻ മിയ അബ്ദുൽ കരീം സാഹിബ്, അദ്ദേഹം സഹാബിയായിരുന്നു. അദ്ദേഹം ഈ കുട്ടിയെ ദൈവമാർഗത്തിൽ വഖഫ് ചെയ്യുമെന്ന് തീരുമാനിച്ചു. പറയുന്നു, അള്ളാഹുവിന് ഇവൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹു തന്നെ ഇവനെ രക്ഷിക്കുന്നതാണ്. ഏതായാലും ആ സമയത്ത് ഒരു വൈദ്യൻ ഗ്രാമത്തിൽ വരികയുണ്ടായി. അദ്ദേഹം വളരെ ദൂരത്തുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം വന്ന് ഈ കുട്ടിയെ ചികിത്സിച്ചു. അള്ളാഹു അത്ഭുതകരമായ നിലയിൽ രോഗശാന്തി നൽകി. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവും അദ്ദേഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു. അദ്ദേഹം മുഹമ്മദ് ഖാൻ ദർവേഷ് സാഹിബ് ഒരു സ്വപ്നം കാണുകയുണ്ടായി. അദ്ദേഹത്തെ ഒരു ഉയർന്ന പ്രകാശിതമായ മിനാരത്തിൽ അദ്ദേഹം നിൽക്കുന്നതായി കാണുകയുണ്ടായി. അപ്പോൾ സ്വപ്നത്തിൽ തന്നെ ആ ദർവേഷ് സാഹിബിനോട് ഇപ്രകാരം പറയപ്പെട്ടു, ഇദ്ദേഹം അഹമ്മദിയത്തിൻ്റെ മിനാരത്തെ കൂടുതൽ പ്രകാശമാനമാക്കുന്നതാണ്. അഹമ്മദിയത്തിനെ സേവിക്കാൻ ഒരുപാട് തൗഫീക്ക് നേടുന്നതാണ്. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകി. ജാമ്യ പഠനം പൂർത്തിയാക്കി കുറച്ച് കാലം പാകിസ്ഥാനിൽ തന്നെ തുടർന്നു. അങ്ങനെ ശേഷം 1983 ആഫ്രിക്കയിലേക്ക് പോയി. നീണ്ടകാലം ആഫ്രിക്കയിലെ സെനഗാലിലും മറ്റും സേവനം ചെയ്തിട്ടുണ്ട്. സെനഗാലിലും ഗാംബിയയിൽ അമീർ എന്ന നിലയിൽ സേവനത്തിലുള്ള തൗഫീക്ക് ലഭിച്ചു. അസുഖം കാരണത്താൽ ഇവിടെ UK വന്നിരുന്നു 2005. എന്നാൽ ഇവിടെ ഉണ്ടായിട്ട് കൂടി സെനഗാൽ ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഏതുവരെ അവിടെ മറ്റൊരു മുബല്ലിഗിന്റെ പോസ്റ്റിംഗ് ഉണ്ടായി. അവിടെ ജമാഅത്ത് സംവിധാനം ചെയ്യുന്നത് വരെ അദ്ദേഹം തന്നെ അത് ഇവിടെ ഇരുന്നു കൊണ്ട് സെനഗാൽ ജമാഅത്തിന്റെ നിസാമിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയുണ്ടായി. പിന്നീട് അദ്ദേഹം 2008 മുതൽ 2012 വരെ UK ജാമ്യയിൽ അധ്യാപകനായും സേവനം അനുഷ്ഠിച്ചു. അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചപ്പോഴൊക്കെ തന്നെ അദ്ദേഹം വളരെ ഉന്നതമായ സേവനങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി. ഒരുപാട് ബയ്യത്തുകൾ ചെയ്യാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം മുഖേന 40 പാർലമെന്റ് മെമ്പർമാർ അഹമ്മദിയത്ത് സ്വീകരിക്കുകയുണ്ടായി. ഈ വിജയത്തിൽ, ഈ നേട്ടത്തിൽ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി ജൽസ സാലാനയുടെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹത്തെ ഫാത്തിഹ്
സെനഗാലിന്റെ വിജയശില്പി എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ജർമ്മനി ജൽസയിൽ ഏകദേശം 15 പാർലമെന്റ് മെമ്പർമാരെയും കൊണ്ട് അദ്ദേഹം വന്നിരുന്നു. വിവിധ മൊറബിമാർക്ക് നൽകുന്ന അവാർഡ്, പാമ അവാർഡുകളിൽ ഇദ്ദേഹത്തിന് അബ്ദുറഹീം നെയ്യർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം സ്പെയിനിലും സേവനമനുഷ്ഠിക്കാൻ പോവുകയുണ്ടായി. അവിടെ അധിവസിക്കുന്ന ആഫ്രിക്കക്കാർക്ക് അദ്ദേഹം തബ്ലീഗ് ചെയ്തു. വളരെ നല്ല നിലയിൽ അദ്ദേഹം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഒരുപാട് ബയ്യത്തുകൾ അവിടെ നടന്നു. അൻസാറുള്ള UK കീഴിൽ ഓൺലൈൻ താലീമിൽ ഖുർആൻ ക്ലാസ്സും അദ്ദേഹം എടുത്തിരുന്നു. വഫാത്ത് വരെ അദ്ദേഹം ഈ പ്രവർത്തനം തുടർന്നു പോന്നു. അദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിൽ ഭാര്യയും 3 ആൺമക്കളും 3 പെൺമക്കളുമുണ്ട്. ഒരു മകൻ ഇവിടെ UK ജമാഅത്തിന്റെ മൊബിലിഗാണ്. കാനഡ ജാമ്യയിലെ ഇപ്പോഴത്തെ പ്രിൻസിപ്പളായ ദാവൂദ് ഹനീഫ് സാബ് ഇപ്രകാരം പറയുന്നു: അദ്ദേഹം അവിടെ പോയപ്പോൾ ഖുർഷിദ് സാബ് ഗാംബിയയിലെ അമീർ ആയിരുന്നു. പറയുന്നു, 1983 മുതൽ 1994 വരെ അദ്ദേഹത്തോടൊപ്പം എനിക്ക് സേവനത്തിലുള്ള തൗഫീഖ് ലഭിച്ചു. മൊബല്ലിഗ് ആയിരുന്നതോടൊപ്പം തന്നെ സ്കൂളിൽ ഇസ്ലാമിയാത്തും ദീനിയാത്തും അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. സെനഗാലിലെ തബ്ലീഗിന്റെ സ്ഥിതിഗതികളെ കുറിച്ച് അദ്ദേഹം പറയുന്നു, അവിടെ തബ്ലീഗ് ചെയ്യുന്നത് വളരെ ദുഷ്കരമായിരുന്നു. വളരെ പ്രശ്നം പിടിച്ച സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ട്രാഫീനി എന്ന സ്ഥലത്ത് ഇത് സെനഗാലിന്റെ അതിർത്തി പ്രദേശമാണ്. 1985 ഒടുക്കത്തിൽ അദ്ദേഹത്തിനെ താമസം മാറ്റുകയുണ്ടായി. അവിടെ താമസിച്ചുകൊണ്ട് സെനഗാലിൽ അഹമ്മദിയത്ത് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുക എന്നതായിരുന്നു അതുകൊണ്ടുള്ള ലക്ഷ്യം. വളരെ പ്രയാസകരമായ ജോലിയായിരുന്നു. സെനഗാൽ സർക്കാർ ഒരു പാകിസ്ഥാനിക്കും വിസ കൊടുത്തിരുന്നില്ല. എന്നാൽ മൗലവി ഖുർഷീദ് അഹമ്മദ് സാബ് മുനവർ വളരെ പെട്ടെന്ന് ജനങ്ങളുമായി ഇഴുകിച്ചേരുമായിരുന്നു. വളരെ നല്ല ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുമായിരുന്നു. അദ്ദേഹത്തിന് ഏറെക്കുറെ ഫ്രാൻസിസി ഭാഷയും അറിയുമായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിയമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം വേഗം തന്നെ അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഓഫീസർമാരുമായി സൗഹൃദം സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ സെനഗാലിലേക്ക് വന്നും പോയും കൊണ്ടിരുന്നു. ആ ബന്ധങ്ങൾ കാരണം അദ്ദേഹം സെനഗാലിൽ വരാനും പോകാനും തുടങ്ങി. തുടർന്ന് അദ്ദേഹം അവിടെയുള്ള ഒരു പ്രൈമറി സ്കൂളിലുള്ള ഹെഡ് മാസ്റ്റർ മുഖേന കുറെ കൂടി ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ഓഫീസർമാരിൽ നിന്നും ഫ്രഞ്ച് ഭാഷ അവിടെ പോയി പഠിക്കാനുള്ള അനുവാദം നേടിയിരുന്നു. ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് അബ്ദുസ്സലാം ബാരി സാബ് എന്ന ഹെഡ് മാസ്റ്ററുടെ അടുക്കൽ പോയി ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ അനുവാദം നേടി. ഇതൊരു നല്ല വിജയമായി മാറി. അങ്ങനെ അദ്ദേഹം ഇടയ്ക്കിടെ സെനഗാലിൽ പോകാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ പെർമിറ്റ് ലഭിക്കുകയുണ്ടായി, പാസ് ലഭിക്കുകയുണ്ടായി. അത് മുഖേന അതുപയോഗിച്ച് അദ്ദേഹത്തിന് ഗാംബിയയിൽ നിന്നും വണ്ടിയിൽ സെനഗാലിൽ പോകാമായിരുന്നു. അദ്ദേഹം ആ വണ്ടിയിൽ തബ്ലീഗിന് ആവശ്യമായ സാഹിത്യങ്ങൾ കൊണ്ടുപോയിരുന്നു. അതുമുഖേന അദ്ദേഹം നിരവധി ബയ്യത്തുകൾ ചെയ്യിപ്പിച്ചു. കോലിക് റീജിയനിൽ വളരെ വ്യത്യസ്തരായ അഹമ്മദികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ മുബല്ലിഗ് ഹാമിദ് മുംബൈ സാഹിബ് അദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹം പ്രവർത്തന നിരതനായി. അങ്ങനെ ജമാഅത്തിന് കൂടുതൽ വ്യാപ്തി അദ്ദേഹം വരുത്തിക്കുകയുണ്ടായി. അവിടെ നടപ്പാതകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളായിരുന്നു, വഴികളായിരുന്നു ഉണ്ടായിരുന്നത്. ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ചില സ്ഥലങ്ങളിൽ റോഡ് തന്നെ ഉണ്ടാകുകയില്ല, ഇടവഴികൾ മാത്രമായിരുന്നു. എന്നാൽ അദ്ദേഹം ദൂര ദിക്കുകളിലേക്ക് മോട്ടോർ സൈക്കിളിൽ പോകുമായിരുന്നു. മോട്ടോർ സൈക്കിൾ പോകുന്ന വഴിയും അവിടെ വഴികളിലൊക്കെ തന്നെ മുൾച്ചെടികൾ ഉണ്ടാകുമായിരുന്നു. അത് കാരണം കാലുകളിൽ ചോര പിണിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം അതൊന്നും തന്നെ ഗൗനിച്ചില്ല, തൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നു. ദാവൂദ് ഹനീഫ് സാബ് എഴുതുന്നു, തുടക്കത്തിൽ വളരെ പ്രയാസകരമായ ജോലിയായിരുന്നു. അത് വളരെ ശ്രദ്ധിച്ചായിരുന്നു ഞങ്ങൾ തബ്ലീഗ് ചെയ്തിരുന്നത്. പിന്നെ പതിയെ ബന്ധങ്ങൾ ഉണ്ടാകുകയും ജമാഅത്തിനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനെ പുനരുജ്ജീവിപ്പിക്കാൻ വന്നതാണെന്ന് കാര്യം ജനങ്ങളിലേക്ക് സന്ദേശം എത്തിച്ചു തുടങ്ങി. മേലാധികാരികൾക്കും ഈ സന്ദേശം എത്തി തുടങ്ങി. അപ്പോൾ വളരെ സ്വാതന്ത്ര്യത്തോടെ അദ്ദേഹത്തിന് സെനഗാലിൽ പോകാനും വരാനും അവസരം ലഭിച്ചു. കൃത്യമായി അദ്ദേഹം അവിടെ സന്ദർശനങ്ങൾ നടത്തി തുടങ്ങി. അങ്ങനെ കോലക് റീജിയനിൽ ഭൂരിഭാഗം ആളുകൾക്കിടയിലും ജമാഅത്ത് വരികയുണ്ടായി. അവർ ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. നിരവധി ജമാഅത്തുകൾ തന്നെ അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അവയും വർദ്ധിച്ചു തുടങ്ങി. ഞാൻ മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു, ബുദ്ധിമുട്ടുകളെ കുറിച്ച്. എന്നാൽ ചില സ്ഥലത്ത് മോട്ടോർ സൈക്കിളുകളും അദ്ദേഹത്തിന് ലഭ്യമായിരുന്നില്ല. അദ്ദേഹം ആ സമയത്ത് കഴുത വണ്ടികളിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുമായിരുന്നു. നീണ്ട യാത്രകൾക്ക് ശേഷം വിവിധ ഗ്രാമങ്ങളിൽ പോകുമായിരുന്നു. ഇന്നത്തെ മൊബൈലുകളും എഴുതുന്നു, അവിടെ പോയപ്പോൾ ജനങ്ങൾ മൗലാന മുനവർ ഖുർഷീദ് സാഹിബിനെ കുറിച്ച് അന്വേഷിക്കുമായിരുന്നു. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നതെന്ന് പറയുമായിരുന്നു. അദ്ദേഹം അവിടെ പോയി
താമസിക്കുമായിരുന്നു. അവിടെ തബ്ലീഗ് ചെയ്യുമായിരുന്നു. ജനങ്ങൾക്കിടയിൽ രാത്രിയും കഴിച്ചു കൂട്ടുമായിരുന്നു. ഭക്ഷണം എന്ന് പറയാൻ അദ്ദേഹം ചെറി പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ ധാന്യങ്ങൾ പുഴുങ്ങി ബാർലി തിളപ്പിച്ച് വെള്ളത്തോടൊപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം. അങ്ങനെ ദുഷ്കരമായ സാഹചര്യത്തിലും അദ്ദേഹം തബ്ലീഗിൽ മുന്നേറിയിരുന്നു. താമസിക്കാൻ നല്ല സ്ഥലമോ അല്ലെങ്കിൽ ഭക്ഷണമോ കിട്ടുമോ എന്നൊന്നും തന്നെ അദ്ദേഹം ചിന്തിക്കുമായിരുന്നില്ല. എത്തിയിടങ്ങളിലൊക്കെ കിട്ടുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹം കഴിച്ചു കൂട്ടുമായിരുന്നു. കിട്ടിയ ഭക്ഷണവും കഴിച്ചിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് വളരെ പ്രിയങ്കരനായി അദ്ദേഹം മാറി. നല്ല നിലയിൽ തബ്ലീഗും ചെയ്യുമായിരുന്നു. ഹജരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഫ്രഞ്ച് സംസാരിക്കുന്ന രാഷ്ട്രങ്ങളിൽ ജമാഅത്തിന് പുരോഗതി ഉണ്ടാകും എന്നത് സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മസീഹ് റാബി സെനഗാലിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തെ അതിനുവേണ്ടി റാബി അയക്കുകയുണ്ടായി. അവിടെ ജനസമ്മതിയുള്ള പലരെയും അദ്ദേഹം തബ്ലീഗ് ചെയ്തു. അങ്ങനെ അവിടെയുള്ള പാർലമെന്റ് അംഗങ്ങൾക്കും തബ്ലീഗ് ചെയ്തു. അങ്ങനെ 14 പാർലമെന്റ് മെമ്പർമാർക്ക് ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. അതും അവിടെ വളരെ നല്ല സ്വാധീനമുണ്ടാക്കി. ജമാഅത്തിന് നല്ല ഫലമുണ്ടാക്കി. അവിടെ സുശക്തമായ ജമാഅത്തുകൾ സ്ഥാപിതമായി തുടങ്ങി. നിസാമെ ജമാഅത്ത് ശക്തമാക്കാൻ മൗലവിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അവരുടെ താലീം, തർബിയത്ത്, ശിക്ഷണം എന്നിവ അനിവാര്യമായിരുന്നു. വാർഷികാടിസ്ഥാനത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്തു. മൗലാന സാഹിബ് വളരെ ശുഷ്കാന്തിയോടെ ഈ ജോലികൾ ചെയ്തു. മൗലവിങ്ങൾക്ക് ട്രെയിനിങ് നൽകി. 1997 അദ്ദേഹത്തെ സെനഗാൽ അമീറായി നിയമിച്ചു. കഠിനാധ്വാനത്തോടു കൂടി അദ്ദേഹം അവസാന സമയം വരെയും സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എഴുതുന്നു, കാലത്തിന്റെ ഖലീഫയെ അനുസരിക്കാനുള്ള അഭിവാഞ്ച അദ്ദേഹത്തിൽ അത്യധികം ഉണ്ടായിരുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് ഞാനും കണ്ടതാണ്. രോഗാവസ്ഥയിലും ഇവിടെ ഉണ്ടായിരുന്നു. 10 വർഷമായി ഒരു നല്ല രോഗബാധിതനായി തുടർന്നിരുന്നു. രോഗാവസ്ഥയിലും എന്തെങ്കിലും ജോലികൾ ഏൽപ്പിച്ചാൽ പെട്ടെന്ന് അത് പൂർത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു. തബ്ലീഗ് ചെയ്യാൻ നല്ല ആവേശമുണ്ടായിരുന്നു. സെനഗാലിൽ മുബല്ലിഗായ വജിഉല്ല സാഹിബ് പറയുന്നു, ഞാനിവിടെ വന്നപ്പോൾ മുനവർ സാഹിബിന്റെ പേര് ഒരുപാട് പേർ പറയുന്നതായി കേട്ടു. എവിടെ പോയാലും ജനങ്ങൾ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നതായി, സ്മരിക്കുന്നതായി കണ്ടു. ലോക്കൽ മൗലവിങ്ങളുടെ ചില സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് പ്രാദേശിക മുഅല്ലിം കെമുദു തഫ്സീർ മാരാ സാഹിബ് പറയുന്നു, മുനവർ ഖുർഷീദ് സാഹിബ് മുഖേനയാണ് ഞാൻ അഹമ്മദിയത്ത് സ്വീകരിച്ചത്. അദ്ദേഹം എനിക്ക് ശരിയായ ശിക്ഷണം നൽകി. വളരെ അധ്വാനിച്ചുകൊണ്ട് വളരെ സ്നേഹവായ്പോടുകൂടി എനിക്ക് ശിക്ഷണം നൽകി. ഞാൻ ജാമിയ അഹമ്മദിയ ഗാനിയിൽ പോയി പഠനം പൂർത്തിയാക്കി. ജമാഅത്തിന്റെ സേവനത്തിനുള്ള എങ്ങനെ തൗഫീഖ് ലഭിച്ചു. നീണ്ടകാലം അദ്ദേഹത്തോടൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സെനഗലിനെയാണ്. അദ്ദേഹം പറയുന്നു, ഖിലാഫത്തിനോട് പ്രേമസമാനമായ സ്നേഹമായിരുന്നു. ഇക്കാര്യങ്ങളായിരുന്നു എന്നോടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഖിലാഫത്തുമായി ബന്ധപ്പെടാൻ, ഖിലാഫത്തുമായി എപ്പോഴും ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഉപദേശിക്കുമായിരുന്നു. മറ്റൊരു സംഗതി ഞാൻ അദ്ദേഹത്തിൽ കണ്ടത്, അദ്ദേഹം ഒരിക്കലും തഹജ്ജുദ് ഒഴിവാക്കിയിരുന്നില്ല. തഹജ്ജുദ് നമസ്കരിക്കാൻ ഞങ്ങളെയും ഓർമ്മപ്പെടുത്തുമായിരുന്നു. തഹജ്ജുദിൽ പ്രത്യേകിച്ചും ഖലീഫത്തുൽ മസീഹിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമായിരുന്നു. എഴുതുന്നു, മൗലിം സാഹിബ് എഴുതുന്നു, ഇദ്ദേഹം വളരെ മുത്തക്കിയായ, ഭയഭക്തിയുള്ള, വളരെ സേവന നിരതനായ വ്യക്തിയായിരുന്നു. സെനഗാൽ മുഴുവനും അദ്ദേഹം പര്യടനം ചെയ്തിട്ടുണ്ട്. ഓരോ ഗ്രാമത്തിലും ജമാഅത്തിന്റെ സന്ദേശം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുഹമ്മദി മസീഹിന്റെ സന്ദേശം എത്തിക്കാൻ ശ്രമിച്ചു. പറയുന്നു, ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുനവർ സാഹിബ് വ്യാപൃതനാകുമ്പോൾ അദ്ദേഹം രാവാണോ പകലാണോ ഭക്ഷണമുണ്ടോ ഇല്ലയോ ഒന്നും തന്നെ ഗൗനിച്ചില്ല എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അദ്ദേഹത്തിന് അള്ളാഹുമായി നല്ല ബന്ധമായിരുന്നു. പലപ്പോഴും അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ജമാഅത്തിന്റെ പരിപാടിക്കിടയിൽ അവിടെ വന്നിരുന്ന ഒരു അഹമ്മദിക്ക് അസുഖം ബാധിച്ചു. അദ്ദേഹം തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് അനുമതി നൽകുകയും ബസ് കയറ്റാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മുനവർ സാഹിബ് അവിടെ വന്ന് തടഞ്ഞു. ആ ബസ്സിൽ ഇരിക്കേണ്ടെന്നും അടുത്ത ബസ്സിൽ പോകാമെന്നും പറഞ്ഞു. അപ്പോൾ ഈ ബസ്സിന് എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നി. ഈ ബസ്സിന് അപകടം സംഭവിച്ചാൽ ജമാഅത്ത് പരിപാടിയിൽ പോയ വ്യക്തി തിരിച്ച് അപകടത്തിൽ മരണപ്പെട്ടു എന്ന് ജനങ്ങൾ പറയും എന്ന് തോന്നി. ഏതായാലും ഏത് ബസ്സിൽ പോകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹത്തെ തടഞ്ഞത്, ആ ബസ് അപകടത്തിൽ പെടുകയുണ്ടായി. രണ്ടാമത്തെ ബസ്സിൽ അദ്ദേഹം സുഖകരമായി വീട്ടിലെത്തുകയും ചെയ്തു. ഈ സംഭവം മുഖേന ജനങ്ങളിൽ ഒരുപാട് വിശ്വാസവർദ്ധനമുണ്ടായി. അദ്ദേഹത്തോട് ജനങ്ങൾക്ക് എത്രയധികം സ്നേഹമുണ്ടായിരുന്നു എന്നാൽ സെനഗാലിലെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ജനാസ ഗായിബ് നമസ്കരിക്കുകയുണ്ടായി. അതിൽ അനഹമ്മദികളും ഭാഗവാക്കായിരുന്നു. പാട്ടക് ജമാഅത്തിലെ സദർ റോഗൻ ഹൈ സാഹിബ് പറയുന്നു, റോഗൻ ഫായ്, മുനവർ ഖുർഷീദ് സാഹിബ് എത്രമാത്രം ആവേശത്തോടും ഊർജ്ജസ്വലതയോടെയും സേവനം ചെയ്തിരുന്നു എന്നാൽ അത് മറ്റുള്ളവർക്ക് ചെയ്യാൻ വളരെ പ്രയാസകരമാണ്. ലോക്കൽ മൊല്യം ജാലു സാഹിബ് പറയുന്നു, ഞാൻ ആദ്യമായി സെനഗലിൽ വന്നപ്പോൾ നീണ്ടകാലം മുനവർ സാഹിബിനോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് തൗഫീഖ് ലഭിച്ചു. വളരെ മുത്തക്കിയും ധൈര്യവാനുമായ വ്യക്തിയായിരുന്നു.
ജമാഅത്തി പര്യടനങ്ങൾക്കിടയിൽ വളരെ യുക്തിയോടെ ധീരമായി തബ്ലീഗ് പ്രവർത്തനങ്ങൾ വ്യാപൃതമാകുമായിരുന്നു. വളരെ നീതിബോധമുള്ള വ്യക്തിയായിരുന്നു. ജമാഅത്തിനോട് വളരെ സ്നേഹത്തോടെയും നീതിയോടെയും വർത്തിച്ചിരുന്നു. രാജ ബുർഹാൻ സാഹിബ് പറയുന്നു, അവസാന നാളുകളിൽ രോഗാതുരനായപ്പോൾ എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്യേണ്ടി വന്നിരുന്നു. ഒരിക്കൽ ഒരു വിവാഹത്തിന്റെ സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും കട തുറന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, കട തുറന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിൽ തന്നെയാണുള്ളത്. വീട്ടിന് പുറത്ത് മേശയിട്ട് അവിടെ വേനൽക്കാലത്ത് വെള്ളം വെക്കാറുണ്ട്. അതുപോലെ നമ്മുടെ സാഹിത്യങ്ങളും വെച്ചിട്ടുണ്ട്. അവിടെ വന്നു പോകുന്ന ആളുകൾ വെള്ളം ആവശ്യമുള്ളവർ വെള്ളവും അതുപോലെ ലിറ്ററേച്ചറുകൾ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് പുസ്തകവും നൽകുമായിരുന്നു. ഇങ്ങനെ ഈ രോഗാവസ്ഥയിലും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. പുതിയ തബ്ലീഗിനുള്ള മാർഗങ്ങൾ അദ്ദേഹം തേടിപ്പിടിച്ചുകൊണ്ടിരുന്നു. തബ്ലീഗിനുള്ള വഴികൾ എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ടല്ലോ. തബ്ലീഗിനുള്ള മാർഗങ്ങൾ സ്വയം അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് ലഭിക്കുന്നതാണ്. അതിനുള്ള ആവേശവും താല്പര്യവും ഉണ്ടാകണമെന്ന് മാത്രം. പിന്നെ മുനവർ ഖുർഷീദ് സാഹിബിന് ഭാഷകൾ പെട്ടെന്ന് പഠിക്കാനുള്ള പ്രാവീണ്യമുണ്ടായിരുന്നു. ഗാംബിയയിലും വിവിധ ഭാഷകളാണ് ജനങ്ങൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഭാഷകൾ അറിയാമായിരുന്നു. ഗാംബിയയിലുള്ള നമ്മുടെ 3 മുബലിഗുമാർ അബ്ദുള്ള സാഹിബും അബ്ദുറഹ്മാൻ സാഹിബും മുഹമ്മദ് മുബായി സാഹിബും പറയുന്നു, ഇവർ 3 വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ടവരായിരുന്നു. അവർക്ക് പരസ്പരം ഭാഷകൾ മനസ്സിലാകുമായിരുന്നില്ല. പക്ഷേ എനിക്ക് 3 ഗോത്രങ്ങളുടെയും ഭാഷ അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ നുസ്രത് ജഹാൻ സാഹിബ പറയുന്നു, കുട്ടികളുടെ തർബീയത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു. വളരെ സ്നേഹനിധിയായ വ്യക്തിയായിരുന്നു. ഖിലാഫത്തുമായി നല്ല സ്നേഹമായിരുന്നു. വഖഫിന്റെ കടമ നിറവേറ്റുകയുണ്ടായി, യഥാവിധം നിറവേറ്റുകയുണ്ടായി. ഭിന്നതകൾ ഇല്ലാതാക്കാനും രഞ്ജിപ്പുണ്ടാക്കാനും എപ്പോഴും ശ്രമിച്ചു. അതിഥി സൽക്കാരത്തിൽ മുൻപന്തിയിലായിരുന്നു. ആഫ്രിക്കയിൽ പര്യടനത്തിന് പോകുമ്പോൾ ഞങ്ങളോട് തന്നെ കുറിച്ച് എപ്പോൾ വരുമെന്നും അതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്നും ആശങ്കപ്പെടേണ്ടതെന്നും ജോലി പൂർത്തിയാക്കിയാൽ ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നതായിരിക്കുമെന്നും പറയുമായിരുന്നു. തബ്ലീഗിൽ പ്രത്യേകം ഉന്മാദം കണ്ടെത്തിയിരുന്നു. സ്പെയിനിലും നല്ലപോലെ തബ്ലീഗിന് അവസരം ലഭിച്ചു. രോഗാതുരനായിട്ടും അവിടെ പോകുമായിരുന്നു. അദ്ദേഹം അവിടെ പഴയ ബന്ധങ്ങൾ സജീവമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് അഹമ്മദ് ഖുർഷീദ് ഇതേ മൊറബിയാണ് പറയുന്നു, അദ്ദേഹം ഞങ്ങളെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമുള്ളവരായി തീരുക എന്ന് പറയുമായിരുന്നു. കാരണം അതും ഒരു ഇബാദത്താണെന്നും അത് മുഖേന ദൈവപ്രീതി ലഭിക്കുമെന്നും പറയുമായിരുന്നു. എപ്പോഴും അദ്ദേഹത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ കർമ്മരൂപമാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സ്പെയിനിലെ സൽമാൻ സെൽമി സാഹിബ് പറയുന്നു, സ്പെയിനിൽ താമസിക്കുമ്പോൾ പലതവണ അദ്ദേഹത്തോടൊപ്പം തബ്ലീഗിന് പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ അത്ഭുതകരമായി കണ്ട കാര്യം വഴിപോക്കരോടെല്ലാം അദ്ദേഹം സലാം ചൊല്ലുമായിരുന്നു എന്നതാണ്. പെട്ടെന്ന് തന്നെ ആരെ കണ്ടാലും സലാം ചൊല്ലി അവരുമായി സൗഹൃദം സ്ഥാപിക്കുമായിരുന്നു. വളരെ കുറഞ്ഞ നേരം കൊണ്ട് അവരുമായി സ്ഥായിയായ ബന്ധം സ്ഥാപിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ ബന്ധം ഇന്ന ഗ്രാമവുമായിട്ടാണെന്നും അതിന്റെ ചുറ്റുവട്ടത്തിലെ ഗ്രാമങ്ങൾ ഇന്നതാണ് എന്നും ഞാൻ അവിടെ പോയിട്ടുണ്ടെന്നും അവിടെ വളരെ ആത്മാർത്ഥരായ ആളുകൾ ആണ് ഉള്ളതെന്നും പറയുമായിരുന്നു. മാത്രമല്ല അവിടെ വിഖ്യാതരായ അവിടെയുള്ള വ്യക്തികളെ കുറിച്ചും അദ്ദേഹം അറിയുന്ന ആളായിരുന്നു. അദ്ദേഹം ആഫ്രിക്കൻ ഭാഷ കൈകാര്യം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അപരന്മാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ സശ്രദ്ധം കേൾക്കുമായിരുന്നു. അവർ അത്ഭുതം കൂറുമായിരുന്നു, സന്തോഷിക്കുമായിരുന്നു സ്വന്തം ഭാഷ സംസാരിക്കുന്നവരെ കണ്ടതിൽ. 1-2 കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അയാൾ കുറെ കൂടി അടുക്കുകയും ജമാഅത്തിന്റെ സന്ദേശം അയാൾക്ക് നൽകുകയും ചെയ്യുമായിരുന്നു. ആദ്യം തന്നെ സന്ദേശം കൊടുക്കുന്ന സ്ഥിതി ആയിരുന്നില്ല. ആദ്യം വ്യക്തിപരമായ ബന്ധമുണ്ടാക്കിയും പിന്നെ 2ാമത്തെയോ 3ാമത്തെയോ കൂടിക്കാഴ്ചയിൽ തബ്ലീഗ് ചെയ്തുകൊണ്ട് ജമാഅത്തിന്റെ സന്ദേശം നൽകുമായിരുന്നു. പറയുന്നു, അങ്ങനെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധം കാരണം, അദ്ദേഹത്തിന്റെ സ്വഭാവം കാരണം ജനങ്ങളുടെ ഹൃദയത്തിന് പദം വരുമായിരുന്നു. അതിനുവേണ്ടിയുള്ള കൃഷിഭൂമി തയ്യാറാകുമായിരുന്നു. അങ്ങനെ താമസിയാതെ ജനങ്ങൾ ബയ്യത്തും ചെയ്യുമായിരുന്നു. അദ്ദേഹം സ്പെയിനിൽ ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം ജമാഅത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അഹമ്മദിയത്ത് അഥവാ ഇസ്ലാമിന്റെ സന്ദേശം പരത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഉന്മാദമായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് വളരെയധികം വിനയവുമുണ്ടായിരുന്നു. അതും വളരെ വാസ്തവപരമായ കാര്യമാണ്. അദ്ദേഹത്തോട് ഞാൻ സ്പെയിനിൽ പോകാൻ പറഞ്ഞപ്പോൾ യാതൊരു ഒഴികഴിവും പറയാതെ രോഗിയായിരുന്നിട്ടും അദ്ദേഹം അവിടെ പോകാൻ തയ്യാറാകുകയുണ്ടായി. അള്ളാഹു ജമാഅത്തിന് അത്തരം കൂറുള്ള നിസ്വാർത്ഥരായി സേവനം ചെയ്യുന്ന മൊറബിമാരെ നൽകുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അടുത്ത ജനാസ ജമാഅത്തിന്റെ മുബലിഗായ ഇഖ്ബാൽ അഹമ്മദ് മുനീർ സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം ചൗധരി മുനീർ അഹമ്മദ് സാഹിബിന്റെ മകനാണ്. പാകിസ്ഥാനിലാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇദ്ദേഹത്തിന്റെ വഫാത്ത് നടന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അദ്ദേഹത്തിന്റെ പിതാമഹൻ ചൗധരി ഗുലാം ഹൈദർ സാഹിബ് മുഖേന 1895 അഹമ്മദിയത്തിന് തുടക്കം കുറിച്ചത്. ഇദ്ദേഹം 1983 ജാമ്യയിൽ പഠനം പൂർത്തിയാക്കി ഇസ്ലാ ഇർഷാദ് മർക്കസിയുടെ കീഴിൽ സേവനം ചെയ്തിരുന്നു. പിന്നെ 2001 മുതൽ 2008 വരെ സിറിയലിയോണിലും ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്ന് പാകിസ്ഥാനിലെ വിവിധ ജില്ലകളിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. ഹൃദ്രോഗിയുമായിരുന്നു. എന്നിട്ടും വളരെ പ്രയത്നത്തോടെ അധ്വാനത്തോടു കൂടി ജോലികൾ നിർവഹിച്ചു കൊണ്ടിരുന്നു. ദൈവാനുഗ്രഹത്താൽ മൂസിയായിരുന്നു. വളരെ ശ്രദ്ധയോടെയും പരിശ്രമത്തോടെയും സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു. ജനങ്ങളോട് നല്ല ബന്ധം കാഴ്ചവെച്ചിരുന്നു.
ആത്മാർത്ഥ പ്രകൃതനായിരുന്നു. മർഹൂമിന് ഭാര്യയും 3 ആൺമക്കളുമാണുള്ളത്. മുബല്ലിഗ് അബ്ദുൽ വക്കീൽ സാഹിബ് പറയുന്നു, എല്ലാവരോടും നല്ല സ്നേഹമുള്ള വ്യക്തിയായിരുന്നു, ജനപ്രിയനായിരുന്നു, ഖിലാഫത്തുമായി നല്ല ബന്ധവും സ്നേഹവുമുള്ള വ്യക്തിയായിരുന്നു. വളരെ ഗംഭീര പ്രകൃതമുള്ള ആളായിരുന്നെങ്കിൽ കൂടി വളരെ വാത്സല്യനിധിയായിരുന്നു. ഏതാനും കൂടിക്കാഴ്ചയിൽ തന്നെ നല്ല വിനയമുള്ള ആളാണെന്ന് ആർക്കും മനസ്സിലാകുമായിരുന്നു. അങ്ങേയറ്റത്തെ വിനയമായിരുന്നു ഉണ്ടായിരുന്നത്. കറാച്ചി നായിബ് അമീർ സയ്യിദ് മുനീർ അഹമ്മദ് സാബ് പറയുന്നു, അദ്ദേഹത്തോടൊപ്പം സേവനം ചെയ്തിട്ടുണ്ട്. വളരെ ശ്രദ്ധയും ആത്മാർത്ഥതയുമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെ ഭരമേൽപ്പിച്ച ജോലികളെല്ലാം തന്നെ മുൻഗണനയോടുകൂടി നടത്തുമായിരുന്നു. കൃത്യമായി ഓഫീസിൽ വന്ന് അഭിപ്രായങ്ങൾ നൽകുമായിരുന്നു. അത് മുഖേന എനിക്കും ധൈര്യം ലഭിക്കുമായിരുന്നു. വളരെ ശുദ്ധമനസ്കനായിരുന്നു. പ്രദേശത്തുള്ള ആളുകളുമായി വ്യക്തിഗത ബന്ധം പുലർത്തിയിരുന്നു. അത് കാരണം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ വളരെ എളുപ്പവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്തകളിലേക്ക് ശ്രദ്ധ ഉണ്ടാക്കുന്നതിനും അദ്ദേഹത്തോട് തന്നെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്, ജനങ്ങളെ ചന്തയെക്കുറിച്ച് ഉത്ബോധിപ്പിക്കാൻ. അദ്ദേഹം പറയുന്നതിൽ പ്രത്യേകമായ പ്രഭാവം ഉണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പുറമെയും കാരുണ്യവും കാണിക്കുകയും അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. 3ാമത്തെ അനുസ്മരണം കാദിയാനിലെ മർഹൂം മിയ അബ്ദുൽ അസീം സാഹിബ് ദർവേഷിന്റെ ഭാര്യ സയ്യിദ നുസ്രത്ത് ജഹാൻ ബീഗം സാഹിബയുടേതാണ്. കഴിഞ്ഞ ദിവസമാണ് അവരും വഫാത്തായത്. ദീർഘകാലമായി രോഗശൈലിയിലായിരുന്നു, കിടപ്പ് രോഗിയായിരുന്നു. ദർവേഷി കാലഘട്ടത്തിൽ ഒഡീഷ സംസ്ഥാനത്ത് നിന്നും വിവാഹം കഴിച്ചു വന്ന ആദ്യ സ്ത്രീയായിരുന്നു. അവർ തന്റെ ഭർത്താവിനോടൊപ്പം ദർവേഷി കാലഘട്ടം ക്ഷമയോടെയും കൃതജ്ഞതയോടെയും കഴിച്ചുകൂട്ടി. നമസ്കാരത്തിലും നോമ്പിലും വളരെ കൃത്യതയും ദുആ ചെയ്യുന്ന നല്ല ആത്മാർത്ഥതയുള്ള മഹദിയുമായിരുന്നു. കൃത്യമായി ഖുർആൻ പാരായണം ചെയ്തിരുന്നു. വിശുദ്ധ ഖുർആൻ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. നിരവധി കുട്ടികൾക്കും സ്ത്രീകൾക്കും അവർ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദർവേഷ് കാലഘട്ടത്തിൽ വരുമാനം വളരെ കുറവായിരുന്നപ്പോഴും ഉപജീവനത്തിനായി കോഴികളെ വളർത്തിയിരുന്നു. അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നില്ല. ഖിദ്മത്തെ ഖൽക്കിന്റെ കാര്യത്തിൽ നല്ല ആവശ്യമുണ്ടായിരുന്നു. കാദിയാനിൽ സ്ത്രീകളുടെ ജനാസ കുളിപ്പിക്കുന്ന കാര്യത്തിലും മറ്റും ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. കാലത്തിന്റെ ഖലീഫുമായി പ്രത്യേക ബന്ധമായിരുന്നു. എല്ലാ ആഹ്വാനങ്ങളിൽ ഭാഗമാക്കുമായിരുന്നു. മർഹൂമ മൂസിയായിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ 4 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ട്. ഖുർഷിദ് അൻവർ സാഹിബിന്റെ 2ാമത്തെ ഉമ്മ ആയിരുന്നു ഇവർ. ഉപ്പാന്റെ ഭാര്യയായിരുന്നു. അഹമ്മദിയ ചരിത്രകാരൻ മർഹൂം ദോസ്ത് മുഹമ്മദ് ഷാഹിദ് സാഹിബിന്റെ പിതാവിന്റെ സഹോദര പത്നിയായിരുന്നു. അള്ളാഹു അവരുടെ പുറമെയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ, അവരുടെ സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. നമസ്കാര ശേഷം ഞാൻ ഇവരുടെ എല്ലാം ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.